എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ അലീന ഇങ്ങനെ തൻ്റെ ബാല്യകാലത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുത്ത് ഭയങ്കരമായിട്ട് വിരുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ ആയപ്പോഴത്തേക്കിന് വലിയപ്പച്ച വന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ആശ്വസിപ്പിച്ചിട്ട് അവൾ പിന്നെയും ആ ഒരു മൂഡിൽ തന്നെ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നേരെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻലി പപ്പ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങിപ്പോയത് വേറെ ഒന്നുമല്ല, പുള്ളിയുടെ സ്വന്തം വീട്ടിലോട്ട് തന്നെയാണ് ഇറങ്ങി പോയിരിക്കുന്നത്. വരുമ്പോൾ തന്നെ അവിടുത്തെ മരുമോളുണ്ട്. അപ്പം അവളോട് ചോദിക്കുന്നുണ്ട് അവരൊക്കെ എന്ത് ചെയ്യും. അപ്പോൾ പറയാണ് അവരൊക്കെ ലാൽച്ചാനെ വെയിറ്റ് ചെയ്ത് അകത്തുണ്ട്, വാ കയറി ആയോ എന്ന് പറയുന്നത്. അങ്ങനെ പുള്ളി അകത്തോട്ട് കയറി പോയി. ചേട്ടനേക്കാൾ ഒട്ടും മോശമല്ല അനിയന്മാർ, അവരും ഹോളിൽ തന്നെ ഇരുന്നിട്ട് അന്യായ കുടിയാണ് അവിടെ നടക്കുന്നത്. പുള്ളി പറയണം ആ ലാലിച്ചാനെത്തി. എന്നിട്ട് അവസരപ്പച്ച തരം വന്നില്ല, നമ്മൾ 3 പേരും കൂടെ ഒറ്റക്കെട്ടായിട്ട് പിടിച്ചെന്നാൽ ആ പുള്ളിൻ്റെ മുമ്പിൽ നിൽക്കാനും പുള്ളിനെ തോപ്പിക്കാനും പറ്റത്തുള്ളൂ. പുള്ളിനെ കാണുമ്പോൾ തന്നെ രണ്ടുപേരും ബഹുമാനം കൊണ്ട് എണ്ണിക്കുന്നുണ്ട്. അപ്പോഴത്തേനും സ്റ്റാലി ചോദിക്കുന്നുണ്ട് ഇതെന്നാ ഇവിടെ എന്നെടുക്കുമ്പോൾ രണ്ടുപേരും. അപ്പോഴത്തേനും അതിലൊരാൾ പറയുകയാണ് അത് പുറത്ത് ഭയങ്കര ചൂടെന്നേ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ബിയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും നമ്മൾ സ്റ്റാലി അത്രയ്ക്കൊരു ചൂടാണെങ്കിൽ അതിന് നല്ലത് ഇതല്ല, ബിയറല്ല, നേരെ മറിച്ച് വെള്ളമാണെന്ന് പറയാം. ആരായി പറയുന്നത് 24 മണിക്കൂറും തണ്ണി കിടന്ന് തുഴയുന്ന ആളാണ്. അപ്പോഴേക്കും ഒരു ബ്രദർ പറയുന്നുണ്ട് ഉപദേശിക്കാൻ പറ്റിയ ആൾ. അപ്പോഴത്തേനും മറ്റേ ചേട്ടൻ പറയണം ഇരിക്കും ലാലിച്ചൻ ഇരിക്കും. അപ്പോൾ അതിലൊരാൾ ചോദിക്കുന്നുണ്ട് ഒരു ബിയർ എടുക്കട്ടെ. അപ്പം ലാലിച്ചൻ പറയണം വേണ്ട വേണ്ട നോന്ന് പറയണം. അപ്പോഴത്തേക്കിനും പിന്നെ പുള്ളി ചോദിക്കുന്നുണ്ട് അവസരപ്പച്ചൻ എത്തിയിട്ടില്ലേ എന്ന് പറഞ്ഞില്ല, അവൻ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വരും. അപ്പോൾ ഇങ്ങനെ സ്റ്റാലി പറയണം അവൻ എവിടെയാണ് ഇത്ര ലേറ്റ് ആണല്ലോ, ഒരു പങ്ക്ച്വൽ അല്ല എന്നൊക്കെ പറയണം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇവിടെ ഇരിക്കണം അകത്തോട്ടിരിക്കണം. അപ്പം ആ പുള്ളി പറയണം വേണ്ട നമുക്ക് ഇവിടെ തന്നെ ഇരുന്നാൽ മതി, അതാകുമ്പോൾ ആൻസർ അവൾ എന്തെങ്കിലും തിന്നാനും കുടിക്കാനൊക്കെ കൊണ്ടുവരുന്നേ. അങ്ങനെ അവസരപ്പച്ചൻ അവരുടെ കൊട്ടാരമറ്റത്തിൽ വീട്ടിലോട്ട് വരികയാണ്. പുള്ളിക്ക് നല്ലൊരു ഇൻട്രോ ഒക്കെ കൊടുക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ മാസമായിട്ട് വന്നിറങ്ങുന്നു. ഒരാളിങ്ങനെ പറയുകയാണ് നമ്മുടെ സ്റ്റാലിനോട്, അതായത് ഈ പുളിക്കൽ തറവാടുകാരൊക്കെ ഭയങ്കര ഗച്ച പോക്കരികളാണ്, മഹാപന്ന സ്വഭാവമാണ് അവന്മാർക്ക്. അതിൽ ആ സ്റ്റീഫൻ അവൻ വനിതാ കളക്ടറിനെ റേപ്പ് ചെയ്തിട്ട് ജയിലിൽ പോയിട്ട് അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അവസരപ്പച്ചനകത്തോട്ട് കയറി വന്നിട്ട് എന്തായി എല്ലാവരും പിന്നെയും ചോദിക്കുകയാണ് എന്നതാ അവസരപ്പച്ചായ ഏറ്റവും അടുത്ത് കിടക്കുന്ന ചൈന, എന്നിട്ട് ഏറ്റവും ലേറ്റായിട്ട് ചൈന ആണല്ലോ വരുന്നത്. എടാ നിന്നെ പോലാണോ, എനിക്ക് ഭാര്യയും മക്കളും പിള്ളേരും പെറുങ്ങടിയും ഒക്കെ ഉണ്ട്, വിചാരിക്കുന്ന പോലെ അങ്ങനെയൊന്നും ഇറങ്ങി വരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഉടനെ മറ്റേ അനിയൻ ചോദിക്കുകയാണ് അല്ല ഈ മക്കളെ കൂടാതെ വേറെയും പിള്ളേരുണ്ടോ, അല്ല ഈ പിടുങ്ങാമണികളൊക്കെ ഇവിടെ നിന്ന് വന്ന് എന്ന് പറയുമ്പോഴത്തേനും അപ്പോൾ ദേഷ്യപ്പെട്ട റോബി നീ എൻ്റെ വാഴവല്ലോ കേൾക്കും കേട്ടോ, ഒരുമാതിരി വർത്താനം പറയുന്നത് എന്ന് പറയുമ്പോഴത്തേനും മറ്റേ പുള്ളി അറിയാണ് അവസരപ്പച്ചൻ്റെ ചൂടാണല്ലോ. ഫാൻസിനോട് പറയണം കുടിക്കാൻ ചായയോ കാപ്പി എന്തെങ്കിലും എടുത്തോ, ലാലിച്ചാനെ കാപ്പി മതിയെന്ന് തോന്നുന്നു എന്തെങ്കിലും പറയണം. അപ്പോൾ അവൾ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ആ സമയത്ത് ഈ അവസരപ്പച്ചൻ ചോദിക്കുകയാണ് അല്ല ലാലിച്ചൻ ഇപ്പോൾ വന്നു, കുറേ നേരമായി ഞാൻ നീ വരാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴത്തേനും അവസരപ്പച്ചൻ പറയണം എന്നതാ ലാലിച്ച ആ പുള്ളിക്കലെ പെണ്ണുമ്പോൾ ഒരുമാതിരി ചെയ്യുന്ന വർത്താനമൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണേ. അപ്പോൾ ഉടനെ ലാലിച്ചൻ പറയണം അമ്മാതിരി ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിച്ചോണം, എന്നോട് ചോദിച്ചാൽ ഇതിനൊന്നും മറുപടി ഞാൻ തരികയില്ല. ആ പുള്ളിക്കന്മാരോട് ഒന്നിനും പോകാതിരിക്കുന്നത് നല്ലത്. അവന്മാർ നേരിട്ട് വല്ല വയ്യാവിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നേരിട്ട് നിന്ന് എതിർക്കാം. എന്നാൽ അവന്മാരങ്ങനെ അല്ലല്ലോ, ചതിയും വഞ്ചനയും പിന്നെ അതും ഇതൊക്കെ പറഞ്ഞു നടന്ന് നമ്മളെ നാണം കെടുത്തും. എന്നിട്ട് അപ്പോഴത്തേനും റോബി പറയുകയാണ് ഈ റീത്താമ്മച്ചി ചെന്നിപ്പോൾ പറഞ്ഞുകൊണ്ട് കിടക്കണേ ലാലിച്ചായന് ഒരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധമുണ്ട്, അതിലൊരു മകളുണ്ട്, അതുകൊണ്ടാണ് ഭാര്യ മക്കളെ അഞ്ജലി കൊണ്ട് പാർപ്പിച്ചേക്കുന്നതെന്ന്. ഇപ്പം അവിഹിതത്തിലുണ്ടായ മോളെ കൂട്ടിക്കൊണ്ട് വന്നു, ഇനി തള്ളയും കൂടി വൈകാതെ തന്നെ കൂട്ടിക്കൊണ്ട് വരും പോലും. ഇങ്ങനെയൊക്കെയാണ് റീത്താമ്മ കിടന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും മറ്റേ പുള്ളി പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇവിടെ തൊലി കൂടെ പൊളിഞ്ഞു പോവുകയാണ്. എന്നിട്ട് പുള്ളി പറയാണ് ലാലിച്ചൻ എന്ന് പറഞ്ഞാൽ ആരാ, ഞങ്ങളുടെ അഭിമാന സ്തംഭനമാണ്. അപ്പോഴേക്കും റാണി ഒന്ന് പറയാണ് ജയ അഭിമാന സ്തംഭനമല്ല അഭിമാന സ്തംഭം, അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി വന്ന് എല്ലാവർക്കും ചായ ഒക്കെ കൊടുക്കുന്നു. ഇതിന് പുള്ളി ഒരു ടൈഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്, ഞങ്ങൾക്ക് മറ്റേ രോമാഞ്ചം വരും. അപ്പോൾ ആ റോബി പറയാണ് ഇച്ചായന് നേരത്തെ ഒരു അവിഹിത ബന്ധത്തിൽ ഉണ്ടായതാവാ കുട്ടി, അത് ചായൻ്റെ സ്വന്തം മോള് തന്നെയായിരിക്കും, അത് ഓർഫനേജ് വളർന്നതായിരിക്കും. അച്ചായന് ആ കുട്ടീനോട് വേണ്ടത്ര ആ ഒരു കമ്പാഷനും ദയയും അതൊക്കെ വേണ്ടതുമാണ്. പക്ഷേ അപ്പോഴത്തേനും സ്റ്റാലിയൊക്കെയാണ് പറയടാ പക്ഷേ അവനവൻ നാറാതെ നോക്കണ്ടേ, പിന്നെ കുടുംബക്കാരും നാറാതെ നോക്കണ്ടേ, ഭാര്യയും മക്കളും നാറാതെ നോക്കണ്ടേ. എന്നിട്ട് പിള്ളേരാണ് വന്ന പെങ്കൊച്ചിന് ഇതൊരു വലിയ അഭിമാനമായിട്ടുള്ള കാര്യമാണോ, അവിഹിത സന്താനം എന്ന നാട്ടിൽ മുഴുവനും അറിയപ്പെടുന്നത്. ഇപ്പോഴത്തേക്കിനെ അവസരപ്പച്ചൻ പറയാണ് ഉപേക്ഷിക്കണമെന്ന് ഞങ്ങൾ ആരും പറയിച്ചായ, ഈ കുളത്തൂപ്പുഴ വീട്ടിൽ തന്നെ താമസിക്കണം എന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് ആരും അറിയാതെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിപ്പോരായിരുന്നു. അതെ കൊടുക്കാനുള്ളത് മുഴുവൻ ചായം കൊടുക്കണ്ട, ഞങ്ങൾ ആരും പറയണില്ല. ഇപ്പോഴേക്കും നമ്മുടെ സ്റ്റാലി ഇനി ആർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇലയ്ക്കും ഉള്ളിലും കേടില്ലാതെ ഈ പ്രശ്നം ഒതുക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലതെന്ന് പുള്ളി പറയാണ്. എല്ലാവരും പറഞ്ഞു ഇനി ഞാൻ പറയാം. പുള്ളിയുടെ ഫ്ലാഷ് ബാക്ക് അങ്ങോട്ട് എടുത്തിടാണ്. 24 വർഷത്തിന് മുമ്പ് അങ്ങ് ആഗ്രയിൽ വെച്ച് ഒരു പാലക്കാരി പെണ്ണുമായിട്ട് ഞാൻ ഭയങ്കര സൂപ്പർ പ്രണയത്തിലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയുമാണ്. ഞങ്ങൾ കുറച്ച് നാൾ ഒരുമിച്ച് താമസിച്ചു, പക്ഷേ തമ്മിൽ കല്യാണം കഴിക്കാനായിട്ട് പറ്റിയില്ല, പിരിയേണ്ടതായിട്ട് വന്നു. അതൊരു ദുർവിധി. എന്നാൽ ആ ബന്ധത്തിൽ ജനിച്ച കുഞ്ഞിനെ 23 വർഷത്തിന് ശേഷം വിധി എൻ്റെ കയ്യിൽ കൊണ്ടുതന്നത് കണ്ട മാത്രമേ തന്നെ ഞാൻ അവളെ മനസ്സിലാക്കി അവളെ അംഗീകരിച്ചു. എൻ്റെ മകളായിട്ട് ഞാൻ അവളെ കൊണ്ടുവന്നു, എൻ്റെ കൂടെ ഞാൻ അവളെ താമസിപ്പിച്ചു. എനിക്ക് പുളിക്കന്മാരെയോ നാട്ടുകാരെയോ നിങ്ങളെ ഒന്നും സുഖിപ്പിക്കേണ്ട ആവശ്യമില്ല. അവളെക്കാളും കരുണയും ദയയും സ്നേഹവും അംഗീകാരവും എല്ലാം വേണ്ടത് അവൾക്കാണ്. അവൾക്ക് കൊടുത്തിട്ട് മതി ബാക്കി നിങ്ങൾക്ക് തരാൻ, ഇതാണ് എൻ്റെ തീരുമാനം. ഇങ്ങനെ പറഞ്ഞത് റാണി ഉൾപ്പെടെ ഈ പറയുന്ന ബ്രദർമാർക്കും ആർക്കും ഇഷ്ടമായില്ല. അവരുടെ മുഖഭാവത്തിൽ അത് വ്യക്തമാണ്. അപ്പോഴത്തേക്കിന് സ്റ്റാലി ഒരു കാര്യം കൂടി പറയാണ്, പിന്നെ എൻ്റെയും എൻ്റെ മകൾ അലീനയുടെയും കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പുള്ളിക്കന്മാർ പരാതിയായിട്ട് നിങ്ങളുടെ അടുത്ത് തരുവാണെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വിട്ടേരെ, എന്നിട്ട് നിങ്ങൾ മാറി നിന്നോണം ഓക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുഖത്തൊന്ന് നോക്കിയിട്ട് പറഞ്ഞു എനിക്കിതിനെപ്പറ്റി ഇത്രയേ ഉള്ളൂ പറയാൻ എന്നും പറഞ്ഞിട്ട് ആ ഒരു സീനോട് അവസാനിച്ചു.